നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരേ വിഷയത്തിൽ റവന്യൂ മന്ത്രി ഉയർത്തിയ രണ്ട് നിലപാടുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. നവകേരള യാത്ര പരാതി പരിഹരിക്കാനല്ലെന്ന് പറഞ്ഞ അതേ മന്ത്രി പരാതി ഉണ്ടെന്നും അത് പരിഹരിക്കുമെന്നും പറഞ്ഞു. റവന്യൂ വകുപ്പിന് കീഴിൽ മാത്രം 1,26,991 പരാതികൾ ലഭിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശവും പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ പരിപാടിയും യോഗത്തിൽ ചർച്ചയാകും. എസ് ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ശാലിനി, തലസ്ഥാനത്ത് നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണ്? ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ സജി ചെറിയാന്റെ വിവാദ പരാമർശം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി കെ രാജന്റെ വാക്കുകളാണ്. നേരത്തെ ജനം TVയോട് തന്നെയാണ് കെ രാജൻ വ്യക്തമാക്കിയത്, നവകേരള സദസ്സ് ജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ളതല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പരാതികൾ പരിഹരിക്കും എന്ന് തന്നെയാണ് മന്ത്രി നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 1,26,000 പരാതികളാണ് റവന്യൂ വകുപ്പിന് കീഴിൽ മാത്രം ഉള്ളത്. ഈ പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു ശ്രമവും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിഷ്ണു, ഗുഡ് മോർണിംഗ്, നമസ്തേ. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ വാർത്താ ദിവസം തന്നെയാണ് ഇന്ന് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഏറെ നിർണായകമായിട്ടുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കെ രാജന്റെ വിവാദമായിട്ടുള്ള പ്രസ്താവന. ഈ പ്രസ്താവന തന്നെ ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ പരാതികൾ കേൾക്കാൻ മാത്രമല്ല നവകേരള സദസ്സ് സംസ്ഥാന വ്യാപകമായി സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാർ സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയല്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ജനം TVയോട് അടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതേ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ആ നിലപാട് മാറ്റിയിട്ടുള്ളതും. പരാതികൾ ലഭിച്ചിട്ടുണ്ട്, പരാതികൾ പരിഹരിക്കുമെന്നുള്ളൊരു നിലപാട് മാറ്റം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി ഈ അദാലത്തുകളൊക്കെ തന്നെ റവന്യൂ വകുപ്പ് നടത്തുന്നുണ്ട്. ആ അദാലത്തുകളിലൂടെയാണ് പരാതികൾ പരിഹരിക്കുന്നത് എന്നൊക്കെയായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രസ്താവന. എന്നാൽ രണ്ടാമത് ഈ വിവാദം കടുത്തപ്പോഴും ഒപ്പം തന്നെ പരാതികൾ കൂടുതലായി ഒഴുകിയെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി റവന്യൂ വകുപ്പിൽ എത്തിയിട്ടുള്ള പരാതികൾ പരിഹരിക്കുമെന്നുള്ള മറുവാദം അല്ലെങ്കിൽ മറുപടി വ്യക്തമാക്കിയിട്ടുള്ളത്. 1,26,991 പരാതികളാണ് റവന്യൂ വകുപ്പിന് മാത്രമായി ലഭിച്ചിട്ടുള്ളത്. ഈ പരാതികൾ ഇപ്പോഴും ഫയലുകൾ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഓരോ വകുപ്പുകളിലേക്ക് വരുന്ന പരാതികൾ മാറിപ്പോകുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പോകുന്നത് ലൈഫ് മിഷനിലേക്കും ഒക്കെയാണ്. പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് പട്ടിക, ജോലികളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എത്തിയ പരാതി പോയത് ആരോഗ്യ വകുപ്പിന്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം കണ്ടതാണ്. സമാനമായി തന്നെയാണ് മന്ത്രിയുടെ നിലപാടിനെയും ഇപ്പോൾ കാണേണ്ടത്. എന്തായാലും പരാതികൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കുമെന്നുള്ള ഒരു ആവർത്തനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആദ്യ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പരാതിയില്ല, അതുകൊണ്ട് തന്നെ പരാതി കേൾക്കാനല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നൊരു നിലപാടായിരുന്നു അന്ന് മന്ത്രി സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലപാട് മാറ്റം, പരാതികൾ കൂട്ടമായി എത്തി, 1,00,000-ലധികം പരാതികൾ ഒരു വകുപ്പിലേക്ക് മാത്രമായി എത്തിയ തന്റെ വകുപ്പിലേക്ക് മാത്രമായി എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി ഇത്തരത്തിലൊരു നിലപാട് മാറ്റിയിരിക്കുന്നത്. എന്തായാലും വിമർശനങ്ങൾ ഈ ഒരു നിലപാട് മാറ്റത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ, ഒപ്പം തന്നെ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിലും പരാതികൾ പരിഹരിക്കാത്തതിലുമുള്ള വിമർശനങ്ങളാണ് ഒരു ഭാഗത്ത് ഇപ്പോൾ മന്ത്രിക്കും വകുപ്പിനുമെതിരെ ഉയരുന്നത്. അതേസമയം തന്നെയാണ് രണ്ടാമത് വിഷ്ണു ശർമ്മ സൂചിപ്പിച്ചതുപോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ക്രൈസ്തവരെ അപമാനിച്ചുകൊണ്ടുള്ള മന്ത്രി സജി ചെറിയാന്റെ വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ, അതിൽ ചില മാപ്പ് പറച്ചിലുകളും ക്ഷമാപണവും ഒക്കെ തന്നെ നടത്തിയെങ്കിലും അത് ക്രൈസ്തവർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ വിവിധ ക്രൈസ്തവ സംഘടന മതമേലധ്യക്ഷന്മാരൊക്കെ തന്നെ രംഗത്തെത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്, അത് തിരുത്താനും ഒപ്പം തന്നെ ഇനി ഏത് തരത്തിലുള്ള നടപടിയും ഒപ്പം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ പരാതി പരിഹരിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുവെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അതോടൊപ്പം ഈ പരാതികൾ ലഭിച്ചതേറെയും ഈ സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഈ ഘട്ടത്തിലാണ് കൂടുതലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ലഭിക്കുന്നത്. അതിൽ കൂടുതലും റവന്യൂ വകുപ്പിന്
വകുപ്പിന് കീഴിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിലെല്ലാം പരാതി പരിഹരിക്കുന്നതിൽ കാലതാമസം നേരിടുന്നു. അതോടൊപ്പം ഈ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി അത് ഏത് രീതിയിൽ പരിഹരിക്കാനാണ് നിലവിൽ സർക്കാർ ശ്രമിക്കുന്നത്? വിഷ്ണു, എന്തായാലും നവകേരള സദസ്സിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ പരാതികൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും മിക്ക വകുപ്പുകളുടെയും ഭാഗത്തു നിന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പല പരാതികളും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ റവന്യൂ വകുപ്പിൽ നിന്നൊക്കെ തന്നെ നൽകേണ്ട സഹായങ്ങളാണ്. അതിലൊരു വ്യക്തത വരുത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാമൂഹികക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിൽ നിരവധി പരാതികൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ ഉടനെ കടക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നവകേരള സദസ്സിൽ ആർഭാടം കാട്ടുമ്പോഴും സംസ്ഥാന സർക്കാരും സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും ഒരു ഭാഗത്ത് ആവർത്തിച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഉൾപ്പെടെ പണമില്ലാത്തൊരു സാഹചര്യം സർക്കാരിനുണ്ട് എന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം. ക്ഷമിക്കണം, കേന്ദ്രത്തിൽ നിന്നടക്കം സഹായം ലഭ്യമായിട്ടും ഇപ്പോഴും ക്ഷേമ പെൻഷനുകൾ വൈകുന്നു, നൽകാതെ കിടക്കുന്ന മാസങ്ങളുണ്ട്, കുടിശ്ശികയുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു സാമ്പത്തിക സഹായം നൽകാനുള്ള മന്ത്രിമാരുടെയും ഒപ്പം തന്നെ സർക്കാർ തലത്തിലെയും ഇടപെടൽ അത് എത്രത്തോളം ആകുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് നവകേരള സഭയെ പരാജയമാണ് എന്നൊരു വിമർശനം പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. BJPയും അത്തരത്തിൽ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം പരാതികൾ സ്വീകരിക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിൽ പരിഹാരം കാണാൻ സർക്കാരിനോ മന്ത്രിമാർക്കോ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സാമ്പത്തിക സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ബാങ്കിലെ ലോണുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി. ആ പരാതിയിൽ 4 ലക്ഷത്തോളം വരുന്ന ലോണിൽ വെറും 551 രൂപ മാത്രമാണ് ഇളവ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ നടപടി നമ്മൾ നവകേരള സദസ്സിൽ കണ്ടത്. സമാനമായി തന്നെയായിരിക്കും വിവിധ വകുപ്പുകളിലേക്ക് ലഭിച്ചിട്ടുള്ള പരാതികൾ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും സർക്കാർ ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടുമ്പോൾ മറുഭാഗത്ത് സഹായഹസ്തവുമായി എത്തി പരാതികൾ അത് തീർപ്പാക്കുന്ന കാര്യത്തിൽ വൈകൽ ഉണ്ടാകും, കാലതാമസം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. വിഷ്ണു.